തൊടുപുഴയിൽ നിരവധി സിനിമകളുടെ ചിത്രീകരണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും തുടർച്ചയായി ഇവിടെ എത്തുന്ന നടൻ മോഹൻലാലാണ്. തൊടുപുഴയിൽ മോഹൻലാൽ ആദ്യമായി എത്തിയത് 2004 ഫാസിൽ സംവിധാനം ചെയ്ത വിസ്മയത്തുമ്പത്ത് എന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയാണ്. 2006 സത്യൻ അന്തിക്കാടിനൊപ്പം മോഹൻലാൽ വീണ്ടും തൊടുപുഴയിലെത്തി. രസതന്ത്രത്തിന്റെ പ്രധാന ഭാഗങ്ങൾ ചിത്രീകരിച്ചത് ഇവിടെയാണ്. 2009 റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ഇവിടം സ്വർഗമാണെന്ന മോഹൻലാൽ സിനിമയുടെ ചിത്രീകരണം നടന്നതും തൊടുപുഴയിലാണ്. 2013 ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം എന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി മോഹൻലാൽ വീണ്ടും തൊടുപുഴയിലെത്തി. പൂർണ്ണമായും തൊടുപുഴയിൽ ചിത്രീകരിച്ച സിനിമയാണ് ദൃശ്യം. പിന്നീട് 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം 2021 ദൃശ്യത്തിന്റെ 2ാം ഭാഗം ഒരുങ്ങി. ദൃശ്യത്തിന്റെ 3ാം ഭാഗം ചിത്രീകരിച്ചതും തൊടുപുഴയിലാണ്. 2025 വലിയ വിജയം നേടിയ തരുൺ മൂർത്തിയുടെ തുടരും എന്ന സിനിമയുടെ കുറച്ചു ഭാഗങ്ങൾ ചിത്രീകരിച്ചതും ഇവിടെയാണ്. ദൃശ്യം എന്ന സിനിമയുടെ 1, 2, 3 ഭാഗങ്ങൾ ചിത്രീകരിച്ച സ്ഥലത്ത് നിന്നാണ് മോഹൻലാൽ അഭിനയിക്കുന്ന പുതിയ സിനിമയുടെ തുടക്കം എന്നതും വളരെ ശ്രദ്ധേയമാണ്.